നമസ്കാരം. ഗ്ലോബൽ സമയത്തിലേക്ക് സ്വാഗതം. ലോകമെമ്പാടുമുള്ള ദശലക്ഷക്കണക്കിന് ആളുകളുടെ സ്വപ്നമാണ് US-ലേക്ക് കുടിയേറി അവിടെ മികച്ചൊരു ജീവിതം സൃഷ്ടിക്കുക എന്നത്. എന്നാൽ ആ സ്വപ്നങ്ങളുടെ വഴി അടയ്ക്കുന്ന രീതിയിലുള്ള അതീവ ഗുരുതരമായ ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. US കുടിയേറ്റ നിയമങ്ങൾ അടിമുടി പരിഷ്കരിക്കുന്നതിനായി അമേരിക്കൻ ഫസ്റ്റ് ഇമിഗ്രേഷൻ ആക്ട് എന്ന പേരിൽ പുതിയൊരു ബില്ല് US കോൺഗ്രസിൽ അവതരിപ്പിച്ചു. ഗ്രീൻ കാർഡ് ലോട്ടറി നിർത്തലാക്കുക, മാതാപിതാക്കൾക്കും സഹോദരങ്ങൾക്കുമുള്ള വിസ സ്പോൺസർഷിപ്പ് അവസാനിപ്പിക്കുക എന്നിങ്ങനെ കുടിയേറ്റക്കാരെ സംബന്ധിച്ച് ഏറെ ആശങ്കയുണ്ടാക്കുന്ന നിർദ്ദേശങ്ങളാണ് ഈ ബില്ലിലുള്ളത്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഈ ബില്ല് എന്താണെന്നും എന്താണ് അമേരിക്ക ഫസ്റ്റ് ഇമിഗ്രേഷൻ ആക്ട്, US-ലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവരും അവിടെയുള്ളവരും എന്തൊക്കെ കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം എന്നുമാണ്. വൈറ്റ് ഹൗസ് റിപ്പബ്ലിക്കൻ അംഗമായ ബാരി മൂർ ആണ് ഈ ബില്ല് അവതരിപ്പിച്ചിരിക്കുന്നത്. അമേരിക്കൻ പൗരന്മാരുടെ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിനും വിദേശ തൊഴിലാളികൾക്ക് മേൽ നിയന്ത്രണം കൊണ്ടുവരുന്നതിനുമാണ് ഈ നീക്കം. അമേരിക്കൻ പൗരന്മാർക്ക് മുൻഗണന നൽകുന്ന ദിവസങ്ങൾ തിരിച്ചു വരുന്നു എന്നാണ് ബിൽ അവതരിപ്പിച്ചുകൊണ്ട് ബാരി പറഞ്ഞത്. നിലവിലുള്ള നിയമങ്ങളിലെ പഴുതുകൾ അടച്ച് പൗരത്വം നേടുന്നത് കൂടുതൽ വെല്ലുവിളിയായി നേരിടേണ്ടി വരും. ഈ ബില്ല് കൊണ്ട് US എന്താണ് ലക്ഷ്യം വെക്കുന്നത് നമുക്ക് നോക്കാം. ആദ്യത്തേത് ഗ്രീൻ കാർഡ് ലോട്ടറി സിസ്റ്റം നിർത്തലാക്കുകയാണ്. ബില്ല് പ്രാബല്യത്തിൽ വന്നാൽ US-ൽ വർഷാവർഷം ലോട്ടറിയിലൂടെ 50,000 പേർക്ക് ഗ്രീൻ കാർഡ് നൽകുന്ന ഡൈവേഴ്സിറ്റി വിസ ലോട്ടറി പ്രോഗ്രാം ഇതനുസരിച്ച് പൂർണ്ണമായും നിർത്തലാക്കും. 2025 ഡിസംബർ മുതൽ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഈ പ്രോഗ്രാം താൽക്കാലികമായി നിർത്തിവച്ചിരിക്കുകയാണ്. എന്നാൽ പുതിയ നിയമം വരുന്നതോടെ ഇത് എന്നേക്കുമായി ഇല്ലാതെയാകും. അതേസമയം മതപരമായ ജോലികൾക്കായി വരുന്നവർക്കുള്ള 3000 വിസ കോട്ട സംരക്ഷിക്കപ്പെടും. അടുത്തത് മാതാപിതാക്കൾക്കും സഹോദരങ്ങൾക്കും വിസ നൽകരുത് എന്ന് ബില്ലിൽ പറയുന്നുണ്ട്. US ഫാമിലി സ്പോൺസർഷിപ്പിലെ നിയന്ത്രണങ്ങൾ കുടിയേറ്റക്കാരെ ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന ഒന്ന് തന്നെയാണ്. ഈ ബില്ല് വന്നാൽ പൗരന്മാരുടെ പങ്കാളികൾക്കും മൈനറായ മക്കൾക്കും മാത്രമേ വിസ സ്പോൺസർഷിപ്പ് ലഭിക്കൂ. മാതാപിതാക്കൾ, സഹോദരങ്ങൾ, പ്രായപൂർത്തിയായ മക്കൾ എന്നിവർക്ക് ഗ്രീൻ കാർഡിന് അപേക്ഷിക്കാൻ സാധിക്കില്ല. അങ്ങനെ വരുമ്പോൾ ഇത് കുടുംബമായി താമസിക്കുന്നവർക്ക് തിരിച്ചടിയാണ്. അടുത്തത് മെറിറ്റ് അധിഷ്ഠിത പോയിന്റ് സിസ്റ്റം നിലവിൽ വരും എന്നാണ്. എന്താണ് മെറിറ്റ് സിസ്റ്റം എന്ന് നോക്കാം. നിലവിലുള്ള തൊഴിലധിഷ്ഠിത ഗ്രീൻ കാർഡ് സിസ്റ്റം മാറ്റി പകരം പോയിന്റ് സിസ്റ്റം കൊണ്ടുവരും. പ്രായം, വിദ്യാഭ്യാസ യോഗ്യത, ഇംഗ്ലീഷ് ഭാഷാ നൈപുണ്യം, സൈനിക സേവനം, ശമ്പളം എന്നിവയുടെ അടിസ്ഥാനത്തിലായിരിക്കും പോയിന്റുകൾ നൽകുന്നത്. US സമ്പദ് വ്യവസ്ഥയ്ക്ക് സംഭാവനകൾ നൽകുന്നവരെ മാത്രമേ ഇതിലൂടെ പരിഗണിക്കൂ. പുതിയ ബില്ല് ശമ്പളത്തിലും ഭാഷയിലും കർശന നിബന്ധനകൾ കൊണ്ടുവരുന്നുണ്ട്. പുതിയ ബില്ല് അനുസരിച്ച് കുടിയേറ്റം ആഗ്രഹിക്കുന്നവർക്ക് ഇംഗ്ലീഷ് ഭാഷാ പരീക്ഷകൾ നിർബന്ധമാക്കും. കൂടാതെ US-ലെ ശരാശരി ശമ്പളത്തേക്കാൾ ചുരുങ്ങിയത് 200% കൂടുതൽ ശമ്പളം വാങ്ങുന്നവർക്ക് മാത്രമേ വിസ അനുവദിക്കൂ. ഇത് ഉയർന്ന ശമ്പളമുള്ള തസ്തികകളിലേക്ക് വിദേശ തൊഴിലാളികളെ നിയന്ത്രിക്കാൻ സഹായിക്കുമെന്നാണ് സർക്കാരിന്റെ വാദം. ഈ ബില്ല് ഇതുവരെ പ്രാബല്യത്തിൽ വന്നിട്ടില്ല. ഇതൊരു നിർദ്ദേശം മാത്രമാണ്. നിയമമാകാൻ ഇനിയും ഒരുപാട് കാലം കാത്തിരിക്കണം. അതുപോലെ കോൺഗ്രസിന്റെ ഇരുസഭകളും പാസാക്കി പ്രസിഡന്റ് ഒപ്പിടണം. ബില്ല് അവതരിപ്പിച്ചു എന്നുള്ളത് കൊണ്ട് ഈ ബില്ല് നടപ്പിലാകണമെന്നില്ല. അതുകൊണ്ട് തന്നെ വ്യാജ പ്രചരണത്തിൽ വീണ് തളർന്നു പോകരുത്.